ഡിയേഴ്സ്, റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും കിളി പോകുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ, ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. ഇത് അത്യാവശ്യം പണി തരുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെയോ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. സോ 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ആയിട്ട് മിസ് നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ. സോ മക്കളെ, ബ്രേസ് യുവർ സെൽവ്സ്, ഹിയർ കംസ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ബേസിക്കലി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ എന്ത് ചാർജാ വരിക? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ വാങ്ങിയാൽ എന്ത് ചാർജാ വരിക? നെഗറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അപ്പൊ ആറ്റങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇനി ഒന്നുകിൽ ഇലക്ട്രോണിനെ മേടിക്കും, അപ്പോ നെഗറ്റീവ് ചാർജ് വരും. ശരിയല്ലേ മക്കളെ? ഈ ഒരു ചാർജിനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സോഡിയം എന്ന് പറയുന്ന ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജാ വരിക? സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് +1 എന്ന് മിസ് പറയും. കാരണം എന്താണോ ചാർജ്, അത് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. ഇനി അടുത്തതായിട്ട് ഓക്സിജൻ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 2 ഇലക്ട്രോണിനെ മേടിക്കും. 2 ഇലക്ട്രോണിനെ മേടിച്ചാൽ നമ്മുടെ ഓക്സിജൻ എന്ത് ചാർജാ വരിക? ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. എത്ര ഇലക്ട്രോണിനെ മേടിക്കുന്നോ അത്രയും നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയാൽ ഒരു നെഗറ്റീവ് ചാർജ്, 2 ഇലക്ട്രോണിനെ വാങ്ങിയാലോ 2 നെഗറ്റീവ് ചാർജ് വരും അല്ലെ. സോ O2- ആയിട്ട് മാറും. അപ്പോ ഈ ഓക്സൈഡ് അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? എന്താണ് ചാർജ്? അത് തന്നെയല്ലേ. സോ -2 എന്ന് പറയാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പറിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് കെമിക്കൽ ബോണ്ട്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെ ടൈപ്പ് കെമിക്കൽ ബോണ്ടാ ഉള്ളത്? ഒന്നെങ്കിൽ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് അല്ലെ. സഹസംയോജക ബന്ധനവും ഉണ്ടാകാം, അയോണിക ബന്ധനവും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന ടോപ്പിക്കിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കെമിക്കൽ ബോണ്ടുകളെയും നമ്മൾ അയോണിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, മറ്റേയാൾ മേടിക്കുന്നു, അങ്ങനെ ഉണ്ടാവുന്നതാണ്. ശരിയല്ലേ? സോ അവിടെ ഒരു ചാർജ് വരും. ആ ചാർജ് ആണ് ഒരു അയോണിക് ബോണ്ടിൽ ഉണ്ടാവുന്ന ചാർജ് എന്താണോ അതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഞാൻ ആദ്യം പറഞ്ഞു തന്നതാ. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുത്തിട്ടില്ല. ശ്രദ്ധിക്കണേ, വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഏകനായിട്ട് ജീവിക്കുകയാണ്. അവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? എന്താ നിങ്ങളോട് പറഞ്ഞത്? ഒരാറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതോ വാങ്ങുന്നതോ വഴി ഉണ്ടാവുന്നതാണ് ചാർജാണ് ഓക്സിഡേഷൻ നമ്പർ. ഇപ്പൊ നമ്മുടെ ഓക്സിജൻ ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ഇലക്ട്രോണിനെ മേടിക്കുന്നുണ്ടോ? ഇല്ല. വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 മക്കളെ, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റൽ സ്റ്റേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ്, അല്ലെങ്കിൽ മൂലകാവസ്ഥ, സ്വതന്ത്രാവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. സോഡിയം ഒറ്റയ്ക്ക് നിൽക്കുന്നു, ക്ലോറിൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഫ്ലൂറിൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഇവരെല്ലാം 0. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, AB എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. എയുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് X, ബിയുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് Y. അപ്പൊ മക്കളെ, X+Y കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എയുടെ ഓക്സിഡേഷൻ നമ്പറും ബിയുടെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം, 0 കിട്ടണം. ഈ ഒരു ടോപ്പിക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഓരോരുത്തരുടെയും കണ്ടെത്താൻ പോകുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് HNO3. ഇതിലെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തണം. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇത്രയും പേരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. മക്കളെ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ടോപ്പിക് ഉണ്ട്, ഒരു കാര്യമുണ്ട്, ആറ്റങ്ങളുടെ എണ്ണം. ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾ എപ്പോഴും
കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ തന്നിട്ടുണ്ട്? +1 ആണ്. നൈട്രജന്റെ നമുക്കറിയാൻ പാടില്ലാത്ത ആളുടെ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു നൈട്രജനേ ഉള്ളൂ. സോ ഒരു നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പറിനെ മിസ് എക്സ് എന്ന് വിളിച്ചു. ഇനി ഓക്സിജൻ മക്കളെ, ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഇതാണ് മിസ് പറഞ്ഞത്, ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോ ഒരു ഓക്സിജന്റെ ഇത് -2, അപ്പോൾ 3 ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 3 × -2 -6 എന്ന് കിട്ടും. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. +1 +6 -6 = 0. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ +1ഉം -6ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് x - 5 = 0 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ ഈ -5നെ 0ന്റെ അടുത്തേക്ക് പോവാം. -5 അപ്പുറത്തേക്ക് ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോഴേക്കും സൈൻ ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ x +5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? HNO3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എന്ന സംയുക്തത്തിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +5 ആണ്. സെറ്റായോ? ഇനി അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം, HNO2 നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ. എഗെയിൻ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +1. നൈട്രജന്റെ അറിയില്ല, എക്സ് എന്ന് വിളിച്ചു. ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ. ഒരു ഓക്സിജന്റെ ഇത് -2 ആണ്. സോ 2 ഓക്സിജന്റെ എത്ര വരും? -2 × 2 -4 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ശരിയല്ലേ? അപ്പോൾ +1 +6 -4 = 0. ഈ +1ഉം -4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് -3 എന്ന് വരും. സോ x - 3 = 0. എക്സിന്റെ വാല്യൂ എത്രയാ വരിക? -3നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോക്കോ. അപ്പോൾ നമുക്ക് +3 എന്ന് കിട്ടും. സെറ്റായോ? അങ്ങനെയാണെങ്കിലേ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ഒരാളെ ഞാൻ തരാൻ പോവാണ്, Mn2O7. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 മാംഗനീസ് ഉണ്ട് അല്ലെ. അപ്പോ ഒരു മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര മാംഗനീസ് ഉണ്ട്? 2 മാംഗനീസ് ഉണ്ട് അല്ലെ. അപ്പൊ 2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ മിസ് 2x എന്ന് വിളിക്കണം. ഓക്കെ, ഒരു ആറ്റത്തിനെയാണ് നമ്മൾ എക്സ്, 2 ആറ്റം ഉള്ളത് കൊണ്ട് 2x എന്ന് വിളിച്ചു. 3 ആറ്റം ഉണ്ടെങ്കിൽ 3x എന്ന് എടുക്കണം. ഓക്കെ ആണോ? ഇനി ഓക്സിജൻ, ഒരു ഓക്സിജന്റെ ഇത് -2. നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട് അല്ലേ. സോ -2 × 7 -14. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. 2x + -14 = 0. 2x എത്രയാ വരിക? ഈ -14നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. +14 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയത് 2x ആണ് എന്ന് പറഞ്ഞാൽ 2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. നമുക്ക് വേണ്ടത് ഒരു മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ, അതായത് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ x ഇതിപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ ഡിവിഷൻ ആകും. അപ്പോൾ +14 / 2 +7 എന്ന് കിട്ടും. കത്തിയോ? എന്തെങ്കിലും കത്തിയോ? എന്നാ ദാ പിടിച്ചോ, ഇതുപോലെ ഒരാളെ കൂടെ മിസ് കാണിച്ചു തരാം. Cr2O3. എഗെയിൻ ഒരു ഓക്സിജന്റെ ഇത് -2 ആണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ക്രോമിയം, എത്ര ക്രോമിയം ആറ്റം ഉണ്ട് ഇവിടെ? 2 ക്രോമിയം ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പൊ വെറും എക്സ് എന്ന് എടുത്താൽ മതിയോ മിസ്? പോരാ, 2x എന്ന് എടുക്കണം. ശരിയല്ലേ? അപ്പൊ 2x എന്ന് എടുത്തു. ഇനി ഓക്സിജൻ, ഒരു ഓക്സിജന്റെ ഇത് -2. നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ഓക്സിജൻ ഉണ്ട്? 3 എണ്ണം. സോ -2 × 3 -6. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ 2x - 6 = 0. 2xന്റെ വാല്യൂ എത്രയാ വരിക? 2x ഈ -6നെ 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. +6 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എക്സ്, അതായത് ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. എക്സിന്റെ വാല്യൂ എത്രയാ വരിക? +6 / 2
+3 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പോകാൻ വരട്ടെ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഇതില് ഈ ചോദ്യത്തില് നിങ്ങൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കമന്റ് ചെയ്യുക. പൊട്ടാസ്യത്തിന്റെ ഇത് +1 ആണ്, ഓക്സിജന്റെ ഇത് -2 ആണ്. മാംഗനീസിന്റെ ഇത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.